കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്തൃ ശുശ്രൂഷ ഭാഗമായിട്ട് ഞാൻ ഇന്ന് തഞ്ചാവൂർ എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി യാത്ര ചെയ്ത് ഇന്ന് തഞ്ചാവൂരെത്തി. ഇവിടെയുള്ള ഡിപ്പോ ശുശ്രൂഷയിൽ സംബന്ധിച്ച ശേഷം വിശ്രമിച്ച് ഇന്ന് വൈകിട്ട് നമ്മുടെ മിഷൻ ഫീൽഡായിരിക്കുന്ന നല്ലോണി കുടിക്കാട് ഗ്രാമത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഈ യാത്രയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ യാത്രയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ വെളിപ്പെടണേ കർത്താവെ. എനിക്ക് ഏതെങ്കിലും മിഷൻ ഫീൽഡ് സന്ദർശിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ വെറുതെ ആഗ്രഹിച്ച കാര്യമില്ലോ. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ദർശനം അത് പ്രാവർത്തികമാക്കേണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവെ, എൻ്റെ യാത്രയിൽ നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവരുത്തി. ഞാൻ അവരോട് റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നിന്നും അത് 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്നും ഞാൻ 2 വാക്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചു. അതിൽ പറയുന്ന വാക്യങ്ങളാണ് ഒന്ന് കൃപയും അപ്പോസ്തലത്വവും. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. കൃപയിൽ നിന്ന് നമ്മൾ വീണുപോകാൻ ഇടവരുത്തരുത്. സ്തോത്രം. അപ്പോസ്തലത്വം എന്ന ആ ഒരു ശുശ്രൂഷ, അപ്പോയിൻമെൻറ്റ്, അയക്കപ്പെട്ടവൻ, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവൻ എന്ന ഒരു ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ഈ പുതുവർഷത്തിൽ നമ്മൾ 1-ാം മാസം കഴിയാൻ ഇനി അധികം താമസങ്ങളില്ല. ഇനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ പുതിയ വർഷത്തിൽ നമ്മൾ ഈ മാസത്തിൽ നമ്മൾ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന 2 കാര്യമാണ്. ഒന്ന് കൃപയും അപ്പോസ്തലത്വവും. പ്രൈസ് ഗോഡ്. കൃപയും അപ്പോസ്തലത്വവും. കൃപ പ്രാപിക്കണം. ഞാൻ പലപ്പോഴും ഈ മെസ്സേജ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ, തഞ്ചാവൂർ വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ സംസാരിച്ച ഒരു വിഷയം പറഞ്ഞു, കൃപയും അപ്പോസ്തലത്വവും. വളരെ ആത്മാർത്ഥമായി സത്യത്തിലും ആത്മാവിൽ ആരാധിക്കുന്ന ഒരു പറ്റം പാവപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് അത് IPC അല്ലെങ്കിൽ തഞ്ചാവൂർ ഡിപ്പോയിൽ ഇന്ന് ആരാധനയ്ക്ക് കൂടി വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അവരോട് ഇത് പറഞ്ഞു, നിങ്ങൾ ഈ വർഷത്തിൽ കൂടുതലായി കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ച ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ആത്മാവ് ഇന്ന് നിങ്ങൾ ഈ കൂട്ടായ്മയിൽ നിന്ന് പ്രാപിക്കണം. ആ കർത്താവിൻ്റെ കൃപ പ്രാപിക്കണം. കർത്താവിൻ്റെ അപ്പോസ്തലത്വം, കർത്താവിനാൽ അയക്കപ്പെട്ടെന്ന ആ വലിയ പദവി, ആ വലിയ ശുശ്രൂഷ നമ്മൾ ഈ കാലയളവിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. സുവിശേഷത്തിന് ഒത്തിരി പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഒരു വശത്ത് വരുമ്പോൾ തമ്പുരാൻ മറുവശത്തു നിന്ന് നമ്മൾ കൃപ പ്രാപിക്കുമ്പോൾ അതിനുള്ള വലിയ വഴികൾ, ഇതുവരെയും പോകാത്ത വലിയ വഴി കൂടി യാത്ര ചെയ്യുവാൻ കർത്താവ് കാര്യങ്ങൾ ഒരുക്കുന്നോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കൃപയും അപ്പോസ്തലത്വവും നമ്മൾ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കൃപ പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ശുശ്രൂഷ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പലരും ശുശ്രൂഷയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അത് നിങ്ങളൊന്ന് വരണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം വലിയ പ്രയാസങ്ങൾ കുടുംബത്തില്ല. 4, 5, 6 വരുമാനങ്ങൾ ഇന്ന് ഓരോ ഭവനത്തിലുമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ നാം പലപ്പോഴും മറന്നു പോവുകയാണ്. ഒരിക്കലും അങ്ങനെ വരരുത്. നമ്മൾ മേൽക്കുമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ അടുത്ത ശനിയാഴ്ച 1-ാം തീയതി, ഫെബ്രുവരി 1-ാം തീയതി നമുക്ക് കാണിയമ്പാല് പ്രമോഷൻ മീറ്റിംഗ് ആണ് VOC ചാനലിൽ വെച്ചിരിക്കുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ നമുക്ക് സ്തോത്രം, ഹല്ലേലൂയ, ഫെബ്രുവരി 2-ാം തീയതി ഫസ്റ്റ് ഞായറാഴ്ച നമുക്ക് മിഷൻ എക്സ്പോർട്ട് ഗെറ്റ് ടുഗദർ ഉണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. മിഷൻ്റെ ഹെഡ് ഓഫീസിൽ വെച്ചാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ദൈവമക്കളും എല്ലാ മീറ്റിംഗ് കടന്നു വരാൻ ഞാൻ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. ഏപ്രിൽ മാസം 2-ാം ആഴ്ചയിൽ നമ്മൾ രാജസ്ഥാൻ ട്രിപ്പ് പോകുന്നുണ്ട്. ഒരു ഫാമിലി ട്രിപ്പ്, മിഷൻ ട്രിപ്പ് പോകുന്നുണ്ട്. പോരാൻ ആഗ്രഹിക്കുന്നവർ അത് മുൻകൂറായിട്ട് പേര് തന്ന് ആ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, നല്ല സമയത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതുകൾക്കായി കർത്താവ് കാലയളവിൽ കൃപയും അപ്പോസ്തലത്വവും
കൂടുതൽ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ആത്മ നിറയ്ക്കണേ കർത്താവേ. ഇന്നത്തെ ഫീൽഡ് വിസിറ്റ് അനുഗ്രഹമാക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാളത്തെ അടുത്ത സ്ട്രീറ്റുകളിലെ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും അനുഗ്രഹമാക്കണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പോരാട്ടം വിടുവിക്കണപ്പ, ട്രാക്ക് മിനിസ്ട്രിക്കുള്ള പ്രയാണത്തെ അങ്ങ് തന്നെ ക്രമീകരിക്കണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ